ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ആത്മജ്ഞാനിയും സ്ഥിതപ്രജ്ഞനും. യാജ്ഞവൽക്യൻ തുടങ്ങിയവർക്ക് വിദ്യാമതമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇതെങ്ങനെ ശരിപ്പെടും? ആത്മജ്ഞാനികൾക്ക് വിദ്യാമതം കാണുകയില്ലെന്നല്ലേ ഉപദേശസാഹസ്രിയിൽ ആചാര്യപാദർ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ബ്രഹ്മവിത്തം തഥാ മുക്ത്വാ സ ആത്മജ്ഞോ ന ചേതരഃ. അപ്രകാരം മോക്ഷം പ്രാപിച്ചാൽ പിന്നെ ബ്രഹ്മത്തെ മാത്രമേ അറിയൂ. അദ്ദേഹമാണ് ആത്മജ്ഞാനി. അങ്ങനെയല്ലാത്തയാൾ ആത്മജ്ഞാനി അല്ല. നൈഷ്കർമ്മ്യസിദ്ധിയിൽ സുരേശ്വരാചാര്യരും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നചാധ്യാത്മാഭിമാനോപി വിദുഷോസ്ത്യാസുരത്വതഃ വിദുഷോപ്യാസുരശ്ചേത് സ്യാത് നിഷ്ഫലം ബ്രഹ്മദർശനം. ആത്മദർശനം നേടിയ ജ്ഞാനിക്ക് ദേഹാഭിമാനം ആസുരസമ്പത്താണ്. ജ്ഞാനിക്കും ആസുരസമ്പത്ത് നിലനിൽക്കുന്നു എന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മദർശനം നിഷ്ഫലമായി പോകുമല്ലോ. ഈ സംശയം സാരമില്ല. ജീവൻ മുക്തിയെ പ്രകടമാക്കുന്ന തത്വജ്ഞാനത്തെക്കുറിച്ചാണ് ആചാര്യപാദരും ശിഷ്യനും പ്രതിപാദിച്ചിട്ടുള്ളത്. ജീവൻ മുക്തന് വിദ്യാമതം കാണുമെന്ന് നാം ആരും കരുതുന്നില്ല. അതിരിക്കട്ടെ, വിദ്യാമതമുള്ള വിജയകാംക്ഷിക്ക് ആത്മബോധം കാണുമോ? സുരേശ്വരാചാര്യർ തന്നെ നൈഷ്കർമ്മ്യസിദ്ധിയിൽ ഇങ്ങനെ പറഞ്ഞു കാണുന്നു: രാഗോ ലിംഗമബോധസ്യ ചിത്തവ്യായാമഭൂമിഷു കുതശ്ചാദ്വലതാ തസ്യ യസ്യാഗ്നിഃ കോടരേ തരോഃ. ചിത്തം ചെന്ന് പറ്റിക്കൂടുന്നിടത്തൊക്കെ ഒരാൾക്ക് രാഗമുണ്ടാകുന്നു എന്ന് വന്നാൽ ആത്മബോധമില്ലായ്മയ്ക്കത് തെളിവാണ്. പോട്ടിൽ അഗ്നിയുള്ള വൃക്ഷം എങ്ങനെ തഴച്ചു വളരാനാണ്? ഈ സംശയവും ഒഴിവാക്കാവുന്നതാണ്. അതേ ആചാര്യർ തന്നെ വാക്യവൃത്തിയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കുക: രാഗാദയഃ സന്തു കാമം ന തദ്ഭാവോപരാധ്യതി ഉദ്ഘാതദംഷ്ട്രോരഗവത് അവിദ്യ കിം കരിഷ്യതി. ഒരു ജ്ഞാനിക്ക് രാഗാദി ദോഷങ്ങൾ കുറച്ചൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. അതുകൊണ്ട് എന്താണ് ദോഷം? ജ്ഞാനിയുടെ അവിദ്യ വിഷപ്പല്ലു പറിച്ച പാമ്പിനെ പോലെയാണ്. ഉണ്ടെങ്കിലും അത് ഉപദ്രവിക്കുകയില്ല. ഈ പ്രസ്താവനകളിൽ പരസ്പര വൈരുദ്ധ്യമില്ലേ എന്ന് ശങ്ക തോന്നാം. എന്നാൽ സ്ഥിതപ്രജ്ഞനിലും കേവലജ്ഞാനിയിലും പ്രത്യേകം അന്വയിക്കേണ്ട വാക്യങ്ങളാണ് മേലെ ഉദ്ധരിച്ചിട്ടുള്ളവ. രാഗാദ്യാസുര സമ്പത്തുകൾ സമ്പൂർണമായി ഉപശമിച്ചയാളിനെ മാത്രമേ സ്ഥിതപ്രജ്ഞൻ അഥവാ ജീവൻ മുക്തൻ എന്ന് പറയാവൂ. കേവലജ്ഞാനിയിൽ രാഗാദിദോഷങ്ങൾ അല്പമൊക്കെ അവശേഷിച്ചു എന്ന് വരാം. കേവലജ്ഞാനി അവശേഷിക്കുന്ന രാഗാദി ദോഷങ്ങളെയും പൂർണ്ണമായി ഉപശമിപ്പിക്കുമ്പോഴേ സ്ഥിതപ്രജ്ഞനായി തീരുന്നുള്ളൂ. അപ്പോൾ ജ്ഞാനിക്കും രാഗാദി ദോഷങ്ങൾ അവശേഷിക്കുന്നു എന്ന് വന്നാൽ ദേഹത്യാഗത്തിന് മുമ്പ് പൂർണ്ണമായി ഉപശമിക്കുന്നില്ലെങ്കിൽ ധർമ്മ അധർമ്മ നിയമം അനുസരിച്ച് പുനർജന്മത്തിനിടയാകുമല്ലോ. അങ്ങനെ ശങ്ക വേണ്ട. ബീജശക്തി നശിക്കാത്ത വിത്തുപോലെ അവിദ്യാനിഷ്ഠമായ രാഗാദി ദോഷമാണ് സംസാരബന്ധത്തിന് മുഖ്യഹേതു. അതാണ് പുനർജന്മകാരി. അവിദ്യ നശിച്ച ജ്ഞാനിയുടെ രാഗാദി ദോഷങ്ങൾ വറുത്തുണക്കിയ വിത്തുകളെപ്പോലെ ബീജശക്തി നശിച്ചവയാണ്. അവ ഉണ്ടെന്ന് തോന്നുന്നുവെന്നേ ഉള്ളൂ. ഇതു കരുതിയാണ് പഞ്ചദശിയിൽ ഇങ്ങനെ വിവരിച്ചിട്ടുള്ളത്: ഉത്പദ്യമാന രാഗാദ്യ വിവേകജ്ഞാനവഹ്നിന തദാ തദൈവ ദഹ്യന്തെ കുതസ്തേഷാം പ്രരോഹണം. ജ്ഞാനിയുടെ മനസ്സിലും രാഗദ്വേഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിവേകജ്ഞാനവഹ്നിയിൽ അതുടൻ ദഹിച്ചു പോകും. അവ പിന്നെ തഴയ്ക്കുന്നതെങ്ങനെ?
എന്നാൽ പിന്നെ സ്ഥിതപ്രജ്ഞനും രാഗാദി ദോഷങ്ങൾ സംഭവിച്ചു കൊള്ളട്ടെ, എന്താ ദോഷം? ഈ ചോദ്യം ശരിയല്ല. കേവലജ്ഞാനിയിൽ രാഗാദി ദോഷങ്ങൾ വസ്തുസ്ഥിതിയിലെ നിഴലുകളാണ്. സ്ഥിതപ്രജ്ഞനിൽ ആ നിഴലുകൾ പോലും ആവിർഭവിക്കുന്നില്ല. സ്ഥിതപ്രജ്ഞനിൽ ആ നിഴലുകൾ പോലും ആവിർഭവിക്കുന്നില്ല. ഇതാണ് തമ്മിൽ ഭേദം. രാഗദ്വേഷങ്ങളുടെ നിഴലുകൾ പോലും ജ്ഞാനിയെ വ്യാകുലനാക്കുന്നു. അതുകൊണ്ടാണ് അവയും നിരോധിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. കയറിലെ സർപ്പം പോലും ചിലപ്പോൾ മുഖ്യ സർപ്പത്തെപ്പോലെ ഭയം ഉളവാക്കാറില്ലേ? അതുപോലെ വ്യക്തമായ വസ്തുബോധത്തിൽ രാഗാദിദോഷങ്ങൾ നിഴൽ പോലെ ആവിർഭവിക്കുന്നത് തടയാൻ ആർക്കും കഴിയുകയില്ല എന്ന് ചിലർ വാദിച്ചേക്കാം. അങ്ങനെ കരുതുന്നവർ അങ്ങനെ തന്നെ രാഗദ്വേഷ ഛായകളുമായി ചിരകാലം ജീവിക്കട്ടെ. എന്നാൽ രാഗദ്വേഷ ഛായകൾ പോലും പൂർണ്ണമായി ഒഴിഞ്ഞു മാറുന്നതാണ് ശാസ്ത്രസമ്മതമായ ജീവൻ മുക്തി. രാഗദ്വേഷ ഛായകൾ പോലും പൂർണ്ണമായി ഒഴിഞ്ഞു മാറുന്നതാണ് ശാസ്ത്രസമ്മതമായ ജീവൻ മുക്തി. ജ്ഞാനിയായിരുന്നെങ്കിലും യാജ്ഞവൽക്യൻ വാദത്തിൽ മറ്റുള്ളവരെ ജയിക്കാൻ കൊതിച്ചിരുന്നിടത്തോളം കാലം ജീവൻ മുക്തനായി ഭവിച്ചില്ല. ഒടുവിൽ സമ്പൂർണമായ ചിത്തവിശ്രാന്തി നേടി ജീവൻ മുക്തനാകാനാണ് അദ്ദേഹം വിദ്വത് സന്യാസം കൈവരിച്ചത്. കേവലം ജയേച്ഛ മാത്രമല്ല, വലിയ ധനതൃഷ്ണയും യാജ്ഞവൽക്യനുണ്ടായിരുന്നു. ബ്രഹ്മനിഷ്ഠന്മാരായ കുറേ പേരുടെ മുമ്പിൽ ജനകൻ 1000 പശുക്കളെ അലങ്കരിച്ചു നിർത്തി. നിങ്ങളിൽ ബ്രഹ്മനിഷ്ഠനായ ആൾക്ക് ഈ പശുക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആദ്യം ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ മറ്റു ബ്രഹ്മജ്ഞാനികൾ നോക്കി നിൽക്കെ 1000 പശുക്കളെയും യാജ്ഞവൽക്യൻ സ്വായത്തമാക്കി. ഇതുകണ്ട് അവിടെ നിന്ന മറ്റു ബ്രഹ്മജ്ഞാനികൾ കോപാകുലരായി. അപ്പോഴേക്കും ജനകൻ്റെ ഹോതാവായ അശ്വലൻ യാജ്ഞവൽക്യൻ്റെ ബ്രഹ്മനിഷ്ഠയെ ചോദ്യം ചെയ്തു. യാജ്ഞവൽക്യൻ ഇങ്ങനെ മറുപടി നൽകി: ബ്രഹ്മനിഷ്ഠന് എൻ്റെ നമോവാകം, ഞാനാകട്ടെ തൽക്കാലം പശുകാമനാണ്. ഈ മറുപടി യാജ്ഞവൽക്യൻ്റെ ധനതൃഷ്ണയ്ക്ക് തെളിവാണ്. അവിടെ കൂടിയിരുന്ന ബ്രഹ്മനിഷ്ഠന്മാരെ പരിഹസിക്കാനുള്ള കളിവാക്കാണിതെന്ന് കരുതിക്കൂടെ? അങ്ങനെയായാൽ അത് ജ്ഞാനിയുടെ മറ്റൊരു ദോഷമാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റു ജ്ഞാനികളാവട്ടെ നമ്മുടെ ധനം അയാൾ അപഹരിച്ചു എന്ന് ചിന്തിച്ച് കോപാകുലരായും ഭവിച്ചു. യാജ്ഞവൽക്യനോ കോപപരവശനായി ശാകല്യനെ ശപിച്ച് മൃതിപ്പെടുത്തുകയും ചെയ്തു. ബ്രാഹ്മണഘാതകനായ യാജ്ഞവൽക്യന് ഇതുകൊണ്ട് മോക്ഷം നഷ്ടമായി എന്ന് കരുതിക്കൂടാ. കൗശീതകികളുടെ ശ്രുതി പ്രഖ്യാപിക്കുന്നത് നോക്കുക: നാസ്യ കേന ച കർമ്മണ ലോകോ മീയത്തെ ന മാതൃവധേന ന പിതൃവധേന ന സ്തേയേന ന ഭ്രൂണഹത്യയാ. ആത്മജ്ഞാനി മാതൃവധം കൊണ്ടോ പിതൃവധം കൊണ്ടോ ചോരകർമ്മം കൊണ്ടോ ശിശുഹത്യ കൊണ്ടോ എന്നല്ല, യാതൊരു കർമ്മം കൊണ്ടും ലോകബദ്ധനായി തീരുന്നില്ല. ആര്യാപഞ്ചാരീതിയിൽ ശേഷനും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ഹയമേധശതസഹസ്രാണ്യഥ കുരുതേ ബ്രഹ്മഘാതലക്ഷാണി പരമാർത്ഥവിന്ന പുണ്യൈർന പാപൈ ന ച പാപൈ സ്പൃശ്യത്തെ വിമലഃ. വസ്തുതത്വം ഗ്രഹിച്ച ജ്ഞാനി ആയിരക്കണക്കിന് അശ്വമേധങ്ങളോ ലക്ഷക്കണക്കിന് ബ്രഹ്മഹത്യകളോ നടത്തിയാലും പുണ്യമോ പാപമോ അദ്ദേഹത്തെ സ്പർശിക്കുന്നതേയില്ല. അദ്ദേഹം സദാ നിത്യശുദ്ധനായി വർത്തിക്കുന്നു. എന്തുകൊണ്ട്? എന്തിനേറെ പറയണം, ബ്രഹ്മജ്ഞാനികളായ യാജ്ഞവൽക്യനും മറ്റും മലിനവാസന തുടർന്ന് നിലനിന്നിരുന്നു. വാസിഷ്ഠത്തിലെ ഭഗീരഥോപാഖ്യാനവും ഇതിന് തെളിവാണ്. ഭഗീരഥൻ വ്യക്തമായ തത്വജ്ഞാനമുണ്ടായ ശേഷവും രാജ്യഭരണം തുടർന്നു. എന്നാൽ മലിനവാസനകൾ നിമിത്തം അദ്ദേഹത്തിന് പൂർണ്ണമായ ചിത്തവിശ്രാന്തി ഉണ്ടായില്ല. ഒടുവിലെല്ലാം പരിത്യജിച്ച് വാസനാക്ഷയം നേടി സമ്പൂർണ്ണ വിശ്രാന്തിയിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് അവനവൻ്റെ മലിനവാസനകളെ മറ്റുള്ളവരുടെ മലിനവാസനകളെപ്പോലെ കരുതി സൂക്ഷ്മമായി കണ്ടുപിടിച്ച് ക്ഷയിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് അവനവൻ്റെ മലിനവാസനകളെ മറ്റുള്ളവരുടെ മലിനവാസനകളെപ്പോലെ കരുതി സൂക്ഷ്മമായി കണ്ടുപിടിച്ച് ക്ഷയിപ്പിക്കേണ്ടതാണ്.
ഇക്കാര്യം സ്മൃതി ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: യഥാ സുനിപുണഃ സമ്യക് പരദോഷേ ക്ഷണേ മതഃ പരദോഷേ ക്ഷണേ രതഃ തഥാ ചേന്നിപുണഃ സ്വേഷു കോ ന മുച്യേത ബന്ധനാത്. പരദോഷങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തറിയാൻ ഒരാൾ എത്രമാത്രം സമർത്ഥനായിരിക്കുന്നുവോ അത്രമാത്രം സാമർഥ്യം അവനവൻ്റെ ദോഷങ്ങൾ നോക്കിക്കാണാനുണ്ടായാൽ ആരാണ് മുക്തനായി തീരാത്തത്? ഒരിക്കൽ കൂടി വായിക്കാം. പരദോഷങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തറിയാൻ ഒരാൾ എത്രമാത്രം സമർത്ഥനായിരിക്കുന്നുവോ അത്രമാത്രം സാമർഥ്യം അവനവൻ്റെ ദോഷങ്ങൾ നോക്കിക്കാണാനുണ്ടായാൽ ആരാണ് മുക്തനായി തീരാത്തത്? വിദ്യാമത നിവൃത്തി. ആരംഭത്തിൽ വിദ്യാമതത്തിന് എന്താണ് പരിഹാരം? ഈ ചോദ്യകർത്താവ് ഏതു വിദ്യാമതത്തിനാണ് പരിഹാരം തേടുന്നത്? വിദ്യാമതം രണ്ടു വിധമാണല്ലോ. താൻ മറ്റുള്ളവരെക്കാളൊക്കെ വിദ്വാനാണെന്നിങ്ങനെ മറ്റുള്ളവരെ തരം താഴ്ത്തിക്കൊണ്ട് അവനവനുണ്ടാകുന്ന വിദ്യാമതമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് തന്നെ പുച്ഛിച്ചുകൊണ്ടുള്ള അന്യൻ്റെ വിദ്യാമതം. ആദ്യത്തേതിൻ്റെ തൻ്റെ വിദ്യാമതം എവിടെ വെച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടാൻ ഇടവരുമെന്ന് ഭാവന ചെയ്ത് കുറയ്ക്കാൻ നോക്കേണ്ടതാണ്. ശ്വേതകേതുവിന് അസാധാരണമായ വിദ്യാമതമുണ്ടായിരുന്നു. അയാൾ പ്രവഹണ മഹാരാജാവിൻ്റെ സഭയിലെത്തി വാദത്തിനൊരുമ്പെട്ടു. രാജാവ് പഞ്ചാഗ്നിവിദ്യയെക്കുറിച്ച് ശ്വേതകേതുവിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ഒന്നിനും ഉത്തരം നൽകാൻ കഴിയാതെ അയാൾ പരുങ്ങി. ഒടുവിൽ രാജാവിനാൽ അത്യധികം പുച്ഛിക്കപ്പെട്ട് അച്ഛൻ്റെ അടുത്ത് മടങ്ങിയെത്തി ദുഃഖമറിയിച്ചു. വിദ്യാമതം അശേഷമില്ലാതിരുന്ന പിതാവാകട്ടെ രാജാവിനെ തന്നെ സമീപിച്ച് പഞ്ചാഗ്നിവിദ്യ പഠിച്ച് വശമാക്കുകയാണുണ്ടായത്. അഹങ്കാരിയായ ബാലാഖി ഇതേ മട്ടിൽ അജാതശത്രുവിനാൽ നിന്ദിതനായി വിനയം പഠിച്ച് ആ രാജാവിനെ തന്നെ ഗുരുവായി വരിച്ചു. ഉഷസ്ഥൻ, കഹോലൻ തുടങ്ങിയവരും അഹങ്കരിച്ചു വാദിച്ചു തോറ്റതായി കാണുന്നു. ഇനി തന്നെ പുച്ഛിക്കുന്ന അന്യൻ്റെ മതത്തെക്കുറിച്ചാണെങ്കിൽ അതിലെന്താണ് വ്യാകുലപ്പെടാനുള്ളത്? ആ അഹങ്കാരി എന്നെ നിന്ദിക്കുന്നതെങ്കിൽ എനിക്ക് അതുകൊണ്ടൊന്നും ഒരു ദോഷവും വരാനില്ല എന്ന് സദാ സമാധാനിക്കേണ്ടതാണ്. അയാൾ ആത്മാവിനെയാണ് നിന്ദിക്കുന്നതെങ്കിൽ തന്നെത്താൻ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് എല്ലാവരിലും ഒന്നാണല്ലോ. ശരീരത്തെയാണ് നിന്ദിക്കുന്നതെങ്കിൽ എനിക്കത് ദേഹാഭിമാനം ഉപേക്ഷിക്കാൻ സഹായകമായി തീരുകയല്ലേ ഉള്ളൂ. യോഗികൾ നിന്ദയും അപമാനവും ഭൂഷണമായി കരുതുന്നു. അത്തരം യോഗികളുടെ മനസ്സിന് ഇളക്കമുണ്ടാക്കാൻ വായാടികൾക്ക് എങ്ങനെ കഴിയും? നൈഷ്കർമ്മസിദ്ധിയിൽ സുരേശ്വരാചാര്യർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: തള്ളേണ്ട വസ്തുക്കളിലെ ദോഷം വ്യക്തമായി ധരിച്ച് അവയെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരാളിൻ്റെ നേരെ വീണ്ടും ദോഷം ചിന്തിച്ചാൽ അവരെ തന്നെ ആ ദോഷം തിരിഞ്ഞടിക്കുന്നതാണ്. അതുപോലെ സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ വിവേകപൂർവം പരിത്യജിച്ചിരിക്കുന്ന ഒരു ജ്ഞാനിയെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാനില്ല. ശോകം, ഹർഷം, ഭയം, ക്രോധം, ലോഭം, മോഹം, സ്പൃഹ ഇവയെല്ലാം അഹങ്കാരത്തിന് മാത്രമുള്ളവയാണ്. ജന്മവും മരണവും അഹങ്കാരത്തിനാണ്. നിത്യമുക്തമായ ആത്മാവിനെ അവയൊന്നും സ്പർശിക്കുന്നതേയില്ല. ജ്ഞാനാങ്കുശത്തിലും യോഗിക്ക് നിന്ദ ഭൂഷണമാണെന്ന് വിവരിച്ചിട്ടുണ്ട്. എന്നെ നിന്ദിക്കുന്നത് കൊണ്ട് ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ശ്രമം ചെയ്യാതെ കിട്ടുന്ന ഒരനുഗ്രഹമാണല്ലോ അത്. മോക്ഷകാംക്ഷികളായ മഹാപുരുഷന്മാർ ക്ലേശിച്ചുണ്ടാക്കിയ ധനസമ്പത്തുകൾ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി പരിത്യജിക്കുന്നുണ്ടല്ലോ. സദാ സർവത്ര ദീനഭാവം പൂണ്ട് ദുഃഖിക്കുന്നതാണ് ജീവലോകം. അവിടെ എന്നെ അപവാദം പറഞ്ഞാരെങ്കിലും സുഖിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലോ മറവിലോ യഥേഷ്ടം അവരത് ചെയ്തു കൊള്ളട്ടെ. ദുഃഖഭൂയിഷ്ടമായ ജഗത്തിൽ സന്തോഷാനുഭവം ദുർലഭമാണല്ലോ. അപമാനം ജ്ഞാനികൾക്ക് ഭൂഷണമാണെന്ന് സ്മൃതിയും ഉദ്ഘോഷിക്കുന്നു.
തഥാ ചരേത വൈ യോഗി സതാം ധർമ്മമദൂഷയൻ ജനാ യഥാവമന്യേരൻ ഗച്ഛേയുന്നൈർവ സംഗതിം. ഒരു യോഗി സജ്ജനധർമ്മത്തെ ദുഷിക്കാതെ ജീവിതം നയിക്കേണ്ടതാണ്. അതേ അവസരത്തിൽ ജനങ്ങൾ അവമാനിക്കുകയും കൂട്ടുകൂടാൻ അറയ്ക്കുകയും ചെയ്യുന്ന മട്ടിലും കഴിയേണ്ടതാണ്. ധനാഭിലാഷ ക്രോധ പരിഹാരം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.